أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇന്ന് വൈകുന്നേരം മുതൽ ഇൻഷാ അല്ലാഹ് ബ്രിട്ടനിലെ വാർഷിക സമ്മേളനത്തിൻ്റെ നടപടിക്രമങ്ങൾ ഔദ്യോഗികമായി ആരംഭിക്കും. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ ഈ ജലസ വലിയ പ്രാധാന്യമുള്ളതാണ്. ഇതിൽ ജമാഅത്തിൻ്റെ വൈജ്ഞാനികവും ധാർമ്മികവും ആത്മീയവുമായ അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനുള്ള പരിപാടികളുണ്ട്. പങ്കെടുക്കുന്ന എല്ലാവർക്കും ഇതിൽ നിന്ന് പൂർണ്ണ പ്രയോജനം നേടാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ സമയത്ത് ഞാൻ ജൽസയിൽ ഡ്യൂട്ടി ചെയ്യുന്നവരോടും പങ്കെടുക്കുന്നവരോടും ചില കാര്യങ്ങൾ പറയുന്നതാണ്. ഇസ്ലാമിൽ അതിഥികളെ ബഹുമാനിക്കുന്നതിനും ആദരിക്കുന്നതിനും വലിയ ഊന്നൽ നൽകിയിട്ടുണ്ട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇതിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, അതിഥിക്ക് ന്യായമായ അവകാശം നൽകുക. ഈ ന്യായമായ അവകാശം സാഹചര്യങ്ങൾക്കനുസരിച്ച് കുറച്ച് ദിവസത്തെ ആതിഥേയത്വമാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉപദേശത്തിൻ്റെ ഫലമായിരുന്നു സ്വഹാബികൾ ത്യാഗം സഹിച്ചും അതിഥികളെ സൽക്കരിച്ചിരുന്നു എന്നത്. ആദ്യകാലങ്ങളിൽ സ്വഹാബികളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടതായിരുന്നില്ല. 2 നേരത്തെ ഭക്ഷണം പോലും സുഖമായി ലഭിച്ചിരുന്നില്ല. സ്വഹാബികൾ തങ്ങളുടെയും ഭാര്യമാരുടെയും കുട്ടികളുടെയും വയറുമൂർക്കിയും തങ്ങളുടെ അവകാശങ്ങൾ ഉപേക്ഷിച്ചും അതിഥികളെ സൽക്കരിച്ചിരുന്നു. ഈ വിഷയത്തിൽ സ്വഹാബാക്കളുടെ ആതിഥേയത്വത്തെക്കുറിച്ചുള്ള ഒരു പ്രസിദ്ധമായ സംഭവമുണ്ട്. ഒരു സഹാബിയുടെ വീട്ടിൽ ഒരു അതിഥി വന്നു. അദ്ദേഹത്തെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വഹാബിയുടെ കൂടെ അയച്ചതായിരുന്നു. അദ്ദേഹം അന്വേഷിച്ചപ്പോൾ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, കുട്ടികൾക്ക് കുറച്ച് ഭക്ഷണം മാത്രമേ ഉള്ളൂ എന്ന്. എന്നാൽ അവർ അതിഥികൾക്ക് വേണ്ടി കുട്ടികളെ എങ്ങനെയോ പറഞ്ഞുറക്കി. അതിഥിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവർ സ്വയം വിളക്ക് കെടുത്തുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തു. അതിഥിക്ക് മുന്നിൽ തങ്ങളും കഴിക്കുന്നതായി ഭാവിച്ചു. അവർ സ്വയം വിശന്നുറങ്ങി. കുട്ടികളും വിശന്നിരുന്നു. അല്ലാഹു തആല ഈ പ്രവൃത്തിയിൽ സന്തോഷിക്കുകയും അതിനെ വളരെയധികം പ്രശംസിക്കുകയും ചെയ്തു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ഇതിനെക്കുറിച്ച് വിവരം നൽകി. അടുത്ത ദിവസം രാവിലെ ആ സഹാബി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തിയപ്പോൾ അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ ഇന്നലെ രാത്രി അതിഥിക്ക് ഭക്ഷണം നൽകിയതിലും അത് നൽകാൻ നിങ്ങൾ സ്വീകരിച്ച തന്ത്രത്തിലും അല്ലാഹു തആല വളരെയധികം സന്തോഷിക്കുകയും ചിരിക്കുകയും ചെയ്തു. ഇത് ആതിഥേയത്വത്തിൻ്റെ മഹത്വമാണ്. അതിനാൽ ഈ ദിവസങ്ങളിൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അതിഥികളായി ജൽസ കേൾക്കാൻ വരുന്നവരെ എല്ലാ രീതിയിലും സേവിക്കുകയും
അതിഥികളെ സൽക്കരിക്കുകയും ചെയ്യേണ്ടത് ഓരോ പ്രവർത്തകൻ്റെയും, ഓരോ ഡ്യൂട്ടി ചെയ്യുന്നവൻ്റെയും, ഏതൊരു വകുപ്പിലോ വിഭാഗത്തിലോ ജോലി ചെയ്യുന്ന ഓരോ ഉദ്യോഗസ്ഥൻ്റെയും കടമയാണ്. ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും കഠിനാധ്വാനം, ക്ഷമ, പ്രാർത്ഥന എന്നിവയോടെ പ്രവർത്തിക്കുക. അതിഥികളിൽ നിന്ന് ചിലപ്പോൾ കഠിനമായ വാക്കുകൾ കേൾക്കേണ്ടി വന്നാൽ പോലും ഉയർന്ന ധാർമ്മികത പ്രകടിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി നേടുന്നതിനായി അവഗണിക്കുക. ഇവിടെ വിവിധ വകുപ്പുകളുണ്ട്. കഴിഞ്ഞ ഖുതുബകളിൽ ഞാൻ ചുരുങ്ങിയ നിലയിൽ പറഞ്ഞിരുന്നു. ഓരോ വകുപ്പിലെയും ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിൻ്റെ സഹായികളും തങ്ങളുടെ കടമകൾ ഭംഗിയായും നല്ല സ്വഭാവത്തോടെയും നിർവഹിക്കണമെന്ന്. മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും ഈ വിഷയത്തിൽ നിരവധി സംഭവങ്ങളുണ്ട്. അതിഥികളോട് എങ്ങനെ നല്ല രീതിയിൽ പെരുമാറണമെന്ന് അവിടുന്ന് പ്രത്യേകം നിർദ്ദേശിച്ചിരുന്നു. അവിടുത്തെ നിർദ്ദേശങ്ങളും സംഭവങ്ങളും അവിടുത്തെ ജീവചരിത്ര ഗ്രന്ഥങ്ങളിൽ വിവിധ രൂപങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. ആസാമിൽ നിന്ന് വന്ന അതിഥികളുടെ ആതിഥേയത്തെക്കുറിച്ചുള്ള ഒരു പ്രസിദ്ധമായ സംഭവമുണ്ട്. അവിടുന്ന് എങ്ങനെയാണ് അവരെ സൽക്കരിച്ചത് എന്ന്. ഈ സംഭവം നമ്മൾ കേൾക്കുകയും അതിൽ ആനന്ദിക്കുകയും ചെയ്യുന്നു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം എങ്ങനെയാണ് അവരെ ശ്രദ്ധിച്ചത്. എന്നാൽ ഇതെല്ലാ പ്രവർത്തകർക്കും, എല്ലാ ഡ്യൂട്ടി ചെയ്യുന്നവർക്കും, ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അതിഥികളെ സേവിക്കാൻ സ്വയം മുന്നോട്ട് വരുന്ന എല്ലാവർക്കും ഒരു പാഠമാണ്. സംഭവം ഇങ്ങനെയാണ് വിവരിച്ചിരിക്കുന്നത്. ഒരിക്കൽ ആസാമിൽ നിന്ന് ചില അതിഥികൾ വന്നു. അവർ ലങ്കർഖാനയിൽ തങ്ങളുടെ വാഹനത്തിൽ നിന്നിറങ്ങുകയും സാധനങ്ങൾ ഇറക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ ലങ്കർഖാനയിലെ ജീവനക്കാരുടെ പെരുമാറ്റം അത്ര നല്ലതായിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് ദേഷ്യം വന്നു. അവർ വന്ന അതേ കുതിരവണ്ടിയിൽ തന്നെ പോകാൻ തുടങ്ങി. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഇതറിഞ്ഞപ്പോൾ വളരെ നീരസപ്പെട്ടു. അതിഥി ദേഷ്യപ്പെട്ട് തിരികെ പോകുന്നൊരു സാഹചര്യം എന്തുകൊണ്ടുണ്ടായി എന്ന്. അവിടുന്ന് ഉടൻ തന്നെ വീട്ടിൽ നിന്നിറങ്ങി. ആ തിരക്കിൽ ചെരുപ്പ് ശരിയായി ധരിക്കാൻ പോലും കഴിഞ്ഞില്ല. വേഗത്തിൽ അവരുടെ പിന്നാലെ നടന്നു. അതിഥികൾ കുതിരവണ്ടിയിൽ സഞ്ചരിക്കുകയായിരുന്നു. അവർ വളരെ ദൂരം പിന്നിട്ടിരുന്നു. എന്നാൽ അവിടുന്ന് കാൽനടയായി വളരെ വേഗത്തിൽ അവരുടെ പിന്നാലെ പോയി. വിവരണത്തിൽ പറയുന്നു, ഖാദിയാൻ്റെ അടുത്തുള്ള കനാലിൽ എത്തിയപ്പോൾ അവിടുന്ന് അവരുടെ അടുക്കലെത്തി അവരെ തടഞ്ഞു. എന്നിട്ട് അവിടുന്ന് അവരെ തിരികെ കൊണ്ടുവന്നു. അവിടുന്ന് അവരെ തിരികെ കൊണ്ടുവന്ന രീതിയിലും അതിഥികളോടുള്ള ബഹുമാനവും ആദരവും ഒരു പ്രത്യേക രീതിയിൽ പ്രകടമായിരുന്നു. അവിടുന്ന് അതിഥികളോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വാഹനത്തിൽ, അത് കുതിരവണ്ടിയിലിരിക്കുക, ഞാൻ കാൽനടയായി നിങ്ങളുടെ കൂടെ നടക്കാം. എന്തായാലും അവിടുത്തെ ഈ സ്വഭാവം കണ്ട് അതിഥികൾക്ക് ലജ്ജ തോന്നി. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കുതിരവണ്ടിയിലിരുന്ന് യാത്ര ചെയ്യാൻ കഴിയില്ല. ഞങ്ങളും അങ്ങയുടെ കൂടെ കാൽനടയായി വരാം. അവർ വീണ്ടും വീണ്ടും പറഞ്ഞു, ഹുസൂർ, ഞങ്ങളിരിക്കില്ല, ഞങ്ങൾ അങ്ങയുടെ കൂടെ നടക്കും. എന്തായാലും ഖാദിയാനിലേക്ക് തിരികെ വന്നു. ലങ്കറിൽ വന്ന് അവിടുന്ന് സ്വയം അതിഥികളുടെ സാധനങ്ങൾ ഇറക്കാൻ കൈനീട്ടി. എന്നാൽ പ്രവർത്തകർക്ക് തങ്ങളുടെ തെറ്റ് മനസ്സിലായിരുന്നതുകൊണ്ടും അവർക്ക് വളരെയധികം ലജ്ജ തോന്നിയിരുന്നതുകൊണ്ടും അവർ ഉടൻ തന്നെ മുന്നോട്ട് വന്ന് സാധനങ്ങൾ ഇറക്കാൻ തുടങ്ങി. പിന്നീട് ആസാമിൽ നിന്നുള്ളവരായതുകൊണ്ട് അവരുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം അവർക്കായി പ്രത്യേകമായ ഭക്ഷണം ഏർപ്പാടാക്കി. ഇവിടെ ഇതും വ്യക്തമാക്കിക്കൊള്ളട്ടെ, ലങ്കർഖാനയെക്കുറിച്ച് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ നിർദ്ദേശമുണ്ട്, അങ്ങനെയുള്ള അതിഥികളെ സൽക്കരിക്കുക എന്ന്. അതേസമയം സമ്മേളന സമയത്ത് ഒരേ തരം ഭക്ഷണം പാകം ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് എല്ലാ അതിഥികൾക്കും നൽകണം.
കാരണം ധാരാളം ആളുകളുള്ളതുകൊണ്ട് വ്യത്യസ്തമായ ക്രമീകരണങ്ങൾ ബുദ്ധിമുട്ടാണ്. അതുപോലെ ആതിഥേയത്വത്തിൻ്റെ മറ്റൊരു ഉദാഹരണം ഹസ്രത്ത് മുഫ്തി മുഹമ്മദ് സാദിഖ് സാഹിബ് വിവരിക്കുന്നു. അദ്ദേഹം പറയുന്നു, എനിക്കോർമ്മയുണ്ട്, ഒരിക്കൽ ഞാൻ ലാഹോറിൽ നിന്ന് കാദിയാനിൽ വന്നിരുന്നു. ഒരുപക്ഷെ 1897 1898 ആയിരിക്കും ആ സംഭവം. ഹസ്രത്ത് സാഹിബ് എന്നെ മസ്ജിദ് മുബാറക്കിലിരുത്തി. അന്നതൊരു വളരെ ചെറിയ സ്ഥലമായിരുന്നു. പിന്നീട് അത് വികസിച്ചപ്പോൾ പള്ളി അല്പം വലുതായി. അവിടുന്ന് പറഞ്ഞു, നിങ്ങളിവിടെ ഇരിക്കുക, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവരാം. ഇത് പറഞ്ഞ് അവിടുന്ന് അകത്തേക്ക് പോയി. മുഫ്തി സാഹിബ് പറയുന്നു, അവിടുന്ന് ഏതെങ്കിലും ഒരു സേവകൻ്റെ കൈവശം ഭക്ഷണം അയക്കുമെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ ഏതാനും മിനിറ്റുകൾക്ക് ശേഷം പള്ളിക്കും അവിടുത്തെ വീടിനുമിടയിലുള്ള ഭിത്തിയിലെ ജനൽ ഒരു ചെറിയ വാതിൽ പോലെ തുറന്നപ്പോൾ ഞാൻ എന്താണ് കാണുന്നത്? ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം സ്വയം തൻ്റെ കൈകളിൽ ഭക്ഷണത്തളികയോ ട്രേയോ എടുത്ത് എനിക്ക് ഭക്ഷണം കൊണ്ടുവന്നിരിക്കുന്നു. എന്നെ കണ്ട് അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം കഴിക്കുക, ഞാനിപ്പോൾ വെള്ളം കൊണ്ടുവരാം. അദ്ദേഹം പറയുന്നു, ആ സമയത്ത് എനിക്കറിയാതെ കരച്ചിൽ വന്നുപോയി. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ നേതാവും വഴികാട്ടിയുമായിരിക്കെ നമുക്ക് വേണ്ടി ഈ സേവനം ചെയ്യുമ്പോൾ നമ്മൾ പരസ്പരം എത്രമാത്രം സേവനം ചെയ്യണം. ഇതൊരു മാതൃകയായിരുന്നു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവചരിത്രത്തിൽ നമുക്ക് ആതിഥേയത്വത്തിൻ്റെ ഇത്തരം നിരവധി സംഭവങ്ങൾ കാണാൻ കഴിയും. അവിടുന്ന് ഒരിക്കൽ ആളുകളോട് പറഞ്ഞു, ഒരു അതിഥിക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാകരുത്. അവിടുന്ന് ഒരിക്കൽ ആളുകളോട് പറഞ്ഞു, ഒരു അതിഥിക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അതിഥികൾക്ക് കഴിയുന്നത്രയും ആശ്വാസം നൽകണമെന്ന് ഞാൻ എപ്പോഴും നിർദ്ദേശിക്കാറുണ്ട്. അതിഥിയുടെ ഹൃദയം കണ്ണാടി പോലെ ലോലമാണ്. ചെറിയൊരു മുറിവ് പോലും ഹൃദയം തകർക്കും. പിന്നീട് അവിടുന്ന് പറഞ്ഞു, ചില അതിഥികൾ വളരെ വികാരം കൊള്ളുന്നവരാണ്. പ്രത്യേകിച്ചും ഞാനിപ്പോൾ ആസാമിലെ ആളുകളുടെ ഉദാഹരണം നൽകിയതുപോലെ വിവിധ ജനവിഭാഗങ്ങൾക്ക് അവരുടേതായ രീതികളും അവസ്ഥകളുമുണ്ട്. ചിലർ വളരെ പെട്ടെന്ന് വികാരഭരിതരാകുന്നു, ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. അവിടുന്ന് പറഞ്ഞു, അവർ എന്തിനാണ് വികാരം കൊള്ളുന്നതെന്നും എന്തിനാണ് ദേഷ്യപ്പെട്ടതെന്നും നിങ്ങൾ ചിന്തിക്കരുത്. അതിഥിയുടെ ഹൃദയം ഒരു കണ്ണാടി പോലെയാണ്, അത് തകർന്നു പോകും. അതുകൊണ്ട് അതിന് മുറിവേൽക്കുന്നതിനും അത് തകരുന്നതിനും മുമ്പ് നിങ്ങളതിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുക. അതിനാൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ യജമാനൻ്റെയും മാർഗദർശിയുടെയും പാത പിന്തുടർന്ന് അതിഥികളെ സൽക്കരിക്കുന്നതിനായി നമുക്ക് നൽകിയ മാതൃകയും ഉപദേശവുമാണ് ഇത്. ഒരു സംഭവം വിവരിക്കുന്നു. ഒരിക്കൽ ധാരാളം അതിഥികൾ വന്നിരുന്നു. അവിടുന്ന് ലങ്കർഖാനയുടെ ചുമതലക്കാരനായ മിയാ നജിമുദ്ദീനോട് പറഞ്ഞു, നോക്കൂ, ധാരാളം അതിഥികൾ വന്നിരിക്കുന്നു. അവരിൽ ചിലരെ നിങ്ങൾക്ക് പരിചയമുണ്ട്, ചിലരെ പരിചയമില്ല, ചിലരെ അറിയാം, ചിലരെ അറിയില്ല. അതുകൊണ്ട് എല്ലാവരെയും ആദരണീയരായി കണ്ട് അവരെ സൽക്കരിക്കുക എന്നതാണ് ഉചിതം. എല്ലാവരെയും ആദരിക്കേണ്ടത് അത്യാവശ്യമാണ്. ആരെങ്കിലും പാവപ്പെട്ടവനാണോ ധനികനാണോ എന്ന് നോക്കരുത്. ആരെങ്കിലും അമേരിക്കയിൽ നിന്ന് വന്നതാണോ പാകിസ്ഥാനിൽ നിന്ന് വന്നതാണോ എന്ന് നോക്കരുത്. ആരെങ്കിലും ആഫ്രിക്കയിൽ നിന്നോ മറ്റേതെങ്കിലും രാജ്യത്തു നിന്ന് വന്നതാണോ അതോ ഇവിടെ തന്നെ താമസിക്കുന്നവനാണോ എന്ന് നോക്കരുത്. ഇന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാവരും അതിഥികളാണ്. അത് മസീഹ് മൗഊദ് സ്വലാത്തു വസ്സലാമിൻ്റെ ക്ഷണം സ്വീകരിച്ച് ജൽസ കേൾക്കാൻ വന്നവരാണ്. അതുകൊണ്ട് അവരെ ആദരിക്കുകയും സൽക്കരിക്കുകയും ആതിഥ്യമരുളുകയും അവരുടെ ആവശ്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നോക്കൂ, അവിടുന്ന് എങ്ങനെയാണ് അതിഥികളെ സേവിക്കാൻ ഉപദേശിച്ചത്. അവിടുന്ന് തൻ്റെ പ്രവർത്തകരോട് പറഞ്ഞു, നിങ്ങൾ അതിഥികളെ ശരിയായി സൽക്കരിക്കുന്നുണ്ടെന്നും അവരെ സേവിക്കുന്നുണ്ടെന്നും എനിക്ക് നിങ്ങളിൽ നല്ല വിശ്വാസമുണ്ട്.
അതിനാൽ ഓരോ പ്രവർത്തകനും എപ്പോഴും ശ്രമിക്കേണ്ടത് തനിക്ക് ഏത് സ്ഥലത്തും ഏത് വകുപ്പിലുമാണോ ഡ്യൂട്ടി ഉള്ളത് അവിടെ അതിഥികളെ ആതിഥ്യമരുളുന്നതിൻ്റെ കടമകൾ പൂർണ്ണമായി നിറവേറ്റാൻ പരമാവധി ശ്രമിക്കുക. അത് ഭക്ഷണം നൽകുന്ന മാർക്കുകളിലായാലും മറ്റ് സ്ഥലങ്ങളിലായാലും അവർ പൂർണ്ണമായി ശ്രമിക്കണം. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ വിവിധ വകുപ്പുകളുണ്ട്. ടിക്കറ്റ് ഉണ്ടാക്കുന്നത് മുതൽ സമ്മേളന സ്ഥലത്ത് വരുന്നതുവരെയുള്ള വകുപ്പുകളുമുണ്ട്. അതിഥികൾക്ക് അവിടെയുള്ള പ്രവർത്തകരുമായി ബന്ധപ്പെടേണ്ടി വരുന്നു. അവിടെ ഓരോ പ്രവർത്തകനും തൻ്റെ നല്ല സ്വഭാവവും ഉയർന്ന ധാർമ്മികതയും പ്രകടിപ്പിക്കണം. ഭക്ഷണം പാകം ചെയ്യുന്നതും ഭക്ഷണം നൽകുന്നതുമായ വകുപ്പുകളുമുണ്ട്. ഈ വകുപ്പുകളും ആതിഥേയത്വത്തിൻ്റെ കടമ നിറവേറ്റണം. കാരണം ഇത് ആതിഥേയത്വത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. അതിഥികൾക്ക് വയറ് നിറയെ ഭക്ഷണം നൽകുകയും ബഹുമാനത്തോടെ നൽകുകയും ചെയ്യുക എന്നതായിരിക്കണം ശ്രമം. ലങ്കർഖാനയിൽ ജോലി ചെയ്യുന്നവർ നല്ല നിലവാരമുള്ള ഭക്ഷണം പാകം ചെയ്യാൻ ശ്രമിക്കണം. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അവർ അത് ചെയ്യുന്നുമുണ്ട്. ആവശ്യത്തിനനുസരിച്ച് ഭക്ഷണം ലഭ്യമാണെന്നും കുറവ് വരുന്നില്ലെന്നും ഉറപ്പാക്കണം. ശുചീകരണ വിഭാഗത്തിൽ പൂർണ്ണ ശ്രദ്ധ നൽകണം. ശുചിത്വം വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഇതൊരു നിസ്സാര കാര്യമല്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശുചിത്വം വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകുകയാണ് വേണ്ടത്. ഇതിൽ പരിസ്ഥിതിയുടെ ശുചിത്വവും നമ്മുടെ മറ്റ് ക്രമീകരണങ്ങളായ കുളിമുറികൾ മുതലായവയുടെ ശുചിത്വവും ഉൾപ്പെടുന്നു. സമ്മേളന സ്ഥലത്ത് വിവിധ പരിപാടികൾക്കായി ആളുകളെ കൊണ്ടുവരുന്ന പ്രവർത്തകർ സൗമ്യതയോടും സ്നേഹത്തോടും കൂടി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക. ചില ആളുകൾക്ക് ശരിയായ ധാരണയില്ല. അവർ സമ്മേളനം പൂർണ്ണമായി കേൾക്കുന്നില്ല. ഇവിടെ ഇരിക്കുന്ന അച്ചടക്കമുള്ളവരും സ്ത്രീകളിലും പുരുഷന്മാരിലും ശ്രദ്ധിക്കുക. അതുകൊണ്ട് അവരെ സ്നേഹത്തോടും സൗമ്യതയോടും കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുക. തർബിയത്ത് വിഭാഗവും ഇതിനായി പ്രവർത്തിക്കുന്നുണ്ട്. ആളുകളെ സമ്മേളന സ്ഥലത്തിരുത്തി സമ്മേളനം കേൾപ്പിക്കാൻ. ഈ സമയത്ത് കടകളും അടച്ചിരിക്കണം. എന്തായാലും എല്ലാ സ്ഥലത്തും ഈ കാര്യം ശ്രദ്ധിക്കണം. പ്രവർത്തകർ ഈ ദിവസങ്ങളിൽ നല്ല സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേക മാതൃക കാണിക്കണം. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രകടിപ്പിച്ച പ്രതീക്ഷകൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കണം. അതുപോലെ അതിഥികളോടും ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചില അനവധി അതിഥികളും ഇവിടെ വരുന്നുണ്ടെങ്കിലും അവർക്കായി ഒരു പ്രത്യേക വിഭാഗം വേറെ സ്ഥാപിച്ചിട്ടുണ്ട്. അവർക്ക് പ്രത്യേകമായി ആതിഥേയത്വം നൽകപ്പെടുന്നു. കാരണം അവർ അഹമ്മദികളല്ല. എന്നാൽ ഈ ചുരുക്കം ചിലരെ കൂടാതെ ഭൂരിഭാഗം അഹമ്മദി സുഹൃത്തുക്കളായ എല്ലാ അതിഥികളും നിങ്ങളിവിടെ സമ്മേളനം കേൾക്കാൻ വന്നവരാണ്. അതുകൊണ്ട് ക്രമീകരണങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ശരിയായി നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നതിനോ, നിങ്ങളുടെ ആതിഥേയത്വം ശരിയായി നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നതിനോ, ഏതെങ്കിലും പ്രവർത്തകൻ എങ്ങനെയാണ് പെരുമാറിയത് എന്നതിനോ പ്രാധാന്യം നൽകരുത്. യഥാർത്ഥ ലക്ഷ്യം ആത്മീയ നേട്ടങ്ങൾ കൈവരിക്കുക എന്നതാണ്. നിങ്ങൾ അതിനായി ശ്രമിക്കുകയാണ് വേണ്ടത്. ആതിഥേയത്വം ചെയ്യുന്നവർ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആതിഥേയത്വത്തിൻ്റെ കടമകൾ നിറവേറ്റാൻ പൂർണ്ണമായി ശ്രമിക്കുക. അവർ അത് ചെയ്യുന്നുമുണ്ട്. എന്നാൽ അതുപോലെ പങ്കെടുക്കുന്നവരുടെയും കടമയാണ് പ്രവർത്തകരിൽ എന്തെങ്കിലും ദൗർബല്യങ്ങളോ കുറവുകളോ പിഴവുകളോ ഉണ്ടെങ്കിൽ അവരെ അവഗണിക്കുക എന്നത്. ശുചീകരണ വകുപ്പിൽ ജോലി ചെയ്യുന്നവരിൽ ആരും പരിശീലനം ലഭിച്ചവരല്ല. അല്ലെങ്കിൽ അച്ചടക്ക വകുപ്പിൽ ജോലി ചെയ്യുന്നവർ പോലീസ് ഉദ്യോഗസ്ഥരല്ല. അല്ലെങ്കിൽ ഗേറ്റിൽ ഡ്യൂട്ടി ചെയ്യുന്നവർ പരിശീലനം ലഭിച്ചവരല്ല. അല്ലെങ്കിൽ ട്രാഫിക് നിയന്ത്രിക്കുന്നവർ പരിശീലനം ലഭിച്ച പോലീസ് ഉദ്യോഗസ്ഥരല്ല. ഇവരെല്ലാം സന്നദ്ധ പ്രവർത്തകരാണ്. അതിഥികളെ സേവിക്കാൻ സ്വയം മുന്നോട്ട് വന്നവരാണ്. അവരിൽ ചിലർ സെക്കൻഡറി സ്കൂൾ കുട്ടികളാണ്. ചിലർ യൂണിവേഴ്സിറ്റിയിലെ യുവ വിദ്യാർത്ഥികളാണ്. ചിലർ മറ്റു തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. നല്ല നിലയിലുള്ള തൊഴിലുകളിൽ ജോലി ചെയ്യുന്നവരും നല്ല സ്ഥാനങ്ങളിലുമുള്ളവരുമാണ്. ഇവരെല്ലാം ഒരേ ലക്ഷ്യത്തോടെയാണ് സേവനം ചെയ്യുന്നത്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അതിഥികളെ സേവിക്കണം എന്ന ലക്ഷ്യം. അതുകൊണ്ട്
അവരുടെ ആവേശം പ്രശംസിച്ച് അവരുമായി പൂർണ്ണമായി സഹകരിക്കുക. അവരുടെ ദൗർബല്യങ്ങൾ അവഗണിക്കുക. നിങ്ങളങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഏതൊരു ലക്ഷ്യത്തിനായാണോ ഇവിടെ വന്നത് ആ ലക്ഷ്യം നേടുന്നവരായിരിക്കും. അതിലൂടെ പരസ്പര ബന്ധങ്ങൾ കൂടുതൽ മെച്ചപ്പെടുകയും ചെയ്യും. എല്ലാ അതിഥികളും ഇവിടെ വരുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് മുന്നിൽ വെക്കണം. ആ ലക്ഷ്യം ഉയർന്ന ധാർമ്മികതയും അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെയും മാത്രമേ പൂർണ്ണമാവുകയുള്ളൂ. ഭക്ഷണശാലയിൽ ഓരോ അതിഥിയുടെയും കടമയാണ് ഭക്ഷണം കഴിച്ച ശേഷം വേഗത്തിൽ ഹാൾ ഒഴിഞ്ഞുകൊടുക്കുക എന്നത്. അങ്ങനെ മറ്റുള്ളവർക്കും വന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയും. ചിലപ്പോൾ സ്ഥലം കുറവും അതിഥികൾ കൂടുതലുമായിരിക്കും. അതുകൊണ്ട് ഊഴം വെച്ചോ ഷിഫ്റ്റുകളിലോ ഭക്ഷണം നൽകേണ്ടി വരുന്നു. അതുകൊണ്ട് ഭക്ഷണം കഴിച്ച ഉടൻ തന്നെ ഹാളിൽ നിന്ന് പുറത്തിറങ്ങാൻ ശ്രമിക്കുക. അല്ലാതെ അവിടെ നിന്ന് സംസാരിച്ചോ വർത്തമാനം പറഞ്ഞോ സമയം കളയരുത്. പുറത്തു വന്ന് നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ സംസാരിക്കുക, നിങ്ങളുടെ സമയം ചെലവഴിക്കുക. അതുപോലെ പ്രവർത്തകർ പ്ലേറ്റുകളിൽ ഭക്ഷണം വിളമ്പി നൽകുന്നു. നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അവരോട് പറഞ്ഞിട്ടുള്ളതുപോലെ അവർ നിങ്ങൾക്ക് ആവശ്യപ്പെട്ട ഭക്ഷണം നൽകും. എന്നാൽ ഭക്ഷണം പാഴാക്കരുത്. ഭക്ഷണത്തെ എപ്പോഴും വിലമതിക്കുക. ചില ആളുകൾ അല്പം കരിഞ്ഞതോ വേവിക്കാത്തതോ ആയ റൊട്ടി കണ്ടാൽ അതെടുത്തു കളയുന്നു. കടിക്കാൻ കഴിയുന്നതാണെങ്കിൽ അത് കഴിക്കാൻ ശ്രമിക്കുക. ആരെങ്കിലും വളരെ രോഗിയായിരിക്കുകയും അതവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നതൊഴികെ. സാധാരണയായി യന്ത്രങ്ങളിൽ നിന്ന് റൊട്ടി നന്നായി പാകം ചെയ്ത് വരുന്നുണ്ട്. ഞാൻ പരിശോധിച്ചിട്ടുമുണ്ട്. എന്നാൽ ചിലപ്പോൾ മോശം റൊട്ടികളും വരാറുണ്ട്. റൊട്ടി വളരെ കരിഞ്ഞതോ വളരെ വേവിക്കാത്തതോ അല്ലാത്ത പക്ഷം അത് പാഴാക്കുന്നത് ഒഴിവാക്കുക. അതുപോലെ കറിയും പാഴാക്കുന്നത് ഒഴിവാക്കുക. ഒന്ന്, ഇത് ഭക്ഷണം പാഴാക്കലാണ്. അത് സംഭവിക്കാൻ പാടില്ല. രണ്ടാമത്, അതേ ഭക്ഷണം മറ്റൊരാൾക്ക് ഉപയോഗപ്രദമാവുകയും ചെയ്യും. മറ്റൊന്ന്, പ്ലേറ്റുകളിൽ ധാരാളം ഭക്ഷണം ബാക്കി വരുന്നത് ഒരു പ്രശ്നമായി മാറുന്നുണ്ട്. അത് മാലിന്യത്തിൽ കളയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇത് ശുചീകരണ വിഭാഗത്തിന് വലിയ ഭാരമുണ്ടാക്കുകയും അവർക്ക് കൂടുതൽ ജോലി ചെയ്യേണ്ടി വരികയും ചെയ്യുന്നു. അതുകൊണ്ട് അതിഥികൾ വാർഷിക സമ്മേളനത്തിൻ്റെ ദിവസങ്ങളിൽ ഭക്ഷണത്തെ അനുഗ്രഹമായി കണ്ട് കഴിക്കുകയും അത് പാഴാക്കാതിരിക്കുകയും ചെയ്യുക. ഹസ്രത്ത് മസീമോദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഉദാഹരണം ഇതാണ്. ഒരിക്കൽ അവിടുത്തെ ഭക്ഷണത്തിനുള്ള ക്രമീകരണം നടന്നില്ല. ക്രമീകരണം ചെയ്യുന്നവർ മറന്നുപോയി. അവിടുന്ന് തിരക്കിലായിരുന്നു. അവിടുന്ന് തൻ്റെ ഭക്ഷണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ എല്ലാവരും വിഷമിച്ചു. ഭക്ഷണം തീർന്നു കഴിഞ്ഞിരുന്നു. അവിടുന്ന് പറഞ്ഞ്, സാരമില്ല, ആളുകൾ ഭക്ഷണം കഴിച്ച വിരിപ്പിൽ റൊട്ടിയുടെ ബാക്കി കഷ്ണങ്ങളും കറിയുമുണ്ടെങ്കിൽ അത് കൊണ്ടുവരിക, ഞാൻ അത് കഴിക്കാം. അങ്ങനെ അവിടുന്ന് ആളുകൾ ഉപേക്ഷിച്ചു പോയ ആ പൊട്ടിയ കഷ്ണങ്ങൾ കഴിച്ചു. ഇത് അവിടുന്ന് നമുക്ക് വേണ്ടി സ്ഥാപിച്ച ഉദാത്തമായ മാതൃകയാണ്. അതിനാൽ നമ്മൾ ഭക്ഷണത്തെ പാഴാക്കുന്നത് ഒഴിവാക്കുക. അങ്ങനെ ജോലി ചെയ്യുന്നവർക്ക് എളുപ്പമുണ്ടാക്കുകയും ചെയ്യണം എന്നെപ്പോഴും ശ്രദ്ധിക്കുക. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭക്ഷണം പാഴാക്കരുത്. ഭക്ഷണത്തെ വിലമതിച്ച് കഴിക്കുക, വിളമ്പിയത് സന്തോഷത്തോടെ കഴിക്കുക എന്ന്. തീർച്ചയായും അവിടുത്തെ ഈ കൽപ്പന അതിഥികൾക്ക് വേണ്ടിയുള്ളതാണ്. പ്രത്യേകിച്ചും അത് അനുസരിക്കുന്നവർക്കും അനുഗ്രഹങ്ങൾ കൊണ്ടുവരുന്നവർക്കും വേണ്ടിയുള്ളതാണ്. എന്നാൽ ഇത് തെളിയിക്കാൻ ഓരോ അതിഥിയും ഇതിന് മാതൃകയാകണം. അനുഗ്രഹങ്ങൾ കൊണ്ടുവരുന്ന അതിഥികളാവുക, അല്ലാതെ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അതിഥികളാകരുത്. മറിച്ച് അവരെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷിക്കുന്നവരാവുക. നമ്മളിവിടെ വന്നിരിക്കുന്നത് ജലസയുടെ ഭാഗമായിട്ടാണ്. ഡ്യൂട്ടി ചെയ്യുന്നവർ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. എന്നാൽ പങ്കെടുക്കുന്നവരും ജോലി ചെയ്യുന്നവരുമെല്ലാം അഹമ്മദികളാണ്. നമ്മുടെ എല്ലാം ലക്ഷ്യം ഒന്നാണ്. അതായത് ഹസ്രത്ത് മസീമോദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അധ്യാപനങ്ങളും ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളും അനുസരിച്ച് നമ്മുടെ ധാർമ്മികവും ആത്മീയവും വൈജ്ഞാനികവുമായ അവസ്ഥ മെച്ചപ്പെടുത്തുക. അത് ഡ്യൂട്ടി ചെയ്യുന്നവരായാലും അതിഥികളായാലും എല്ലാവരുടെയും കടമ ഇതാണ്. അതുകൊണ്ട് അതിനായി ശ്രമിക്കുക. ചിലപ്പോൾ ഭക്ഷണത്തിൽ കുറവ് വരുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്.
പ്രവർത്തകരുടെയും ലങ്കർഖാനയുടെയും ശ്രമം ഭക്ഷണത്തിൽ ഒരു കുറവും ഉണ്ടാകാതിരിക്കാനാണ്. എന്നാൽ ചിലപ്പോൾ വലിയ ജനക്കൂട്ടത്തിൽ കണക്കുകൾ തെറ്റുകയും കുറവ് സംഭവിക്കുകയും ചെയ്യാം. ഈ വിഷയത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഉപദേശം നമ്മൾ എപ്പോഴും ഓർക്കണം. അവിടുന്ന് പറഞ്ഞു, 2 പേർക്കുള്ള ഭക്ഷണം 3 പേർക്ക് മതിയായതാണ്. 3 പേർക്കുള്ള ഭക്ഷണം 4 പേർക്ക് മതി. മറ്റൊരു വിവരണത്തിൽ ഇങ്ങനെ വന്നിരിക്കുന്നു, ഒരാളുടെ ഭക്ഷണം 2 പേർക്ക്, 2 പേരുടെ ഭക്ഷണം 4 പേർക്ക്, 4 പേരുടെ ഭക്ഷണം 8 പേർക്ക് മതിയായതാണ്. അതുകൊണ്ട് ഈ കാര്യം നമ്മളെപ്പോഴും ഓർക്കണം. ഞാൻ മുമ്പ് പറഞ്ഞൊരു കാര്യം ഇതാണ്, ഡ്യൂട്ടി ചെയ്യുന്നവർക്കും സൗകര്യങ്ങൾ ഒരുക്കണം. ഭക്ഷണശാലയിലും മറ്റ് സ്ഥലങ്ങളിലും ശുചിത്വം ശ്രദ്ധിക്കുക. ശുചിത്വത്തിൻ്റെ കാര്യത്തിലും ഈ കാര്യം ശ്രദ്ധിക്കുക. സൗകര്യങ്ങൾ ഒരുക്കുക. റോഡുകളിലും വഴികളിലും മാലിന്യം വലിച്ചെറിയരുത്. ഈ കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇരിക്കുന്ന സ്ഥലത്ത് ഭക്ഷണം കഴിച്ച ശേഷം ചില ആളുകൾ കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി കഴിക്കുന്നു. അതിൻ്റെ ഒഴിഞ്ഞ പാക്കറ്റുകളും കവറുകളും അവിടെയും ഇവിടെയും വലിച്ചെറിയാതെ ചവറ്റുകുട്ടയിലിടുക. അങ്ങനെ ജോലി ചെയ്യുന്നവർക്കും എളുപ്പമാവുകയും കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ജോലി ചെയ്ത് ക്രമീകരണങ്ങൾ കൂടുതൽ ശരിയായി നടത്താൻ കഴിയുകയും ചെയ്യും. പിന്നീട് എല്ലാ ഭാഗത്തു നിന്നും ഉയർന്ന ധാർമ്മികത പ്രകടിപ്പിക്കണം. ഞാൻ പ്രവർത്തകരോടും പറഞ്ഞിട്ടുണ്ട്, അതിഥികളും ഉയർന്ന ധാർമ്മികത പ്രകടിപ്പിക്കണം. ഒരു ഹദീസിൽ വന്നിരിക്കുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവൻ നല്ലത് പറയുക, അല്ലെങ്കിൽ മൗനം പാലിക്കുക. അതിനാൽ ദേഷ്യത്തിൻ്റെ ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും ദേഷ്യം പ്രകടിപ്പിക്കുന്നതിനും മോശമായി പെരുമാറുന്നതിനു പകരം മൗനം പാലിക്കുകയും ഇസ്തിഗ്ഫാർ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അതുപോലെ കുട്ടികളുടെ ഭക്ഷണത്തെക്കുറിച്ചും ഞാൻ പറയാം. ഈ കാര്യത്തിലും ശ്രദ്ധിക്കണം. ചിലപ്പോൾ ആളുകൾ കുട്ടികൾക്ക് പ്ലേറ്റ് നിറയെ ഭക്ഷണം നൽകുന്നു. കുട്ടികൾക്ക് അത്രയും കഴിക്കാൻ കഴിയില്ല. ഇത് ഭക്ഷണം പാഴാക്കുന്നതിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് ഇവിടെയും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഭക്ഷണം പാഴാക്കുന്നത് ഒഴിവാക്കുക. കുട്ടികൾക്ക് കുറേശ്ശെയായി നൽകുക. വീണ്ടും നൽകേണ്ടി വന്നാലും ജൽസയുടെ ലക്ഷ്യം പൂർത്തിയാക്കണമെന്ന കാര്യം എപ്പോഴും ഓർക്കുക. ഈ അനുഗ്രഹങ്ങൾ സ്വരുക്കൂട്ടാനും അതിലൂടെ നിങ്ങളുടെ ഭാണ്ഡങ്ങൾ നിറയ്ക്കാനും ശ്രമിക്കുക. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഈ ജൽസ ആരംഭിച്ചത് ഈ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ്. അവിടുന്ന് ഈ അവസരത്തിൽ ഇതും പറഞ്ഞു. ജൽസയിലിരുന്ന് ശാന്തമായി സമ്മേളനം കേൾക്കുക. പ്രസംഗങ്ങളും നല്ലതും ചീത്തയും മാത്രം നോക്കരുത്. മറിച്ച് പറയുന്ന കാര്യം അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകൾക്ക് അനുസരിച്ചാണോ എന്നും അതിൽ നമ്മൾ പ്രവർത്തിക്കാൻ ശ്രമിക്കണം എന്നും നോക്കുക. അല്ലാതെ ആരാണ് പറയുന്നത്, എങ്ങനെയാണ് പറയുന്നത് എന്ന് നോക്കരുത്. അവിടുന്ന് പറയുന്നു, എല്ലാ സഹോദരങ്ങളും ശ്രദ്ധയോടെ കേൾക്കുക. എൻ്റെ ജമാഅത്തിനും എനിക്കും എൻ്റെ ആത്മാവിനും ഞാൻ ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് പ്രഭാഷണങ്ങളിലെ ബാഹ്യമായ ന്യായവാദങ്ങൾ മാത്രം ഇഷ്ടപ്പെടരുത്. പ്രഭാഷകൻ എത്ര മാസ്മരിക പ്രസംഗമാണ് നടത്തുന്നത്, വാക്കുകൾ എത്ര ശക്തിയുണ്ട് എന്നതിൽ മാത്രം എല്ലാ ലക്ഷ്യവും ഒതുങ്ങരുത് എന്നാണ്. ഞാൻ ഈ കാര്യത്തിൽ തൃപ്തനല്ല. ഞാൻ ഇഷ്ടപ്പെടുന്നതും ഇത് കൃത്രിമമായിട്ടല്ല, മറിച്ച് എൻ്റെ സ്വഭാവപ്രകൃതി ആവശ്യപ്പെടുന്നതും എന്താണെന്ന് വെച്ചാൽ ഏത് കാര്യവും അള്ളാഹുവിനു വേണ്ടിയായിരിക്കണം, ഏത് സംസാരവും അള്ളാഹുവിനു വേണ്ടിയായിരിക്കണം എന്നതാണ്. പിന്നീട് അവിടുന്ന് പറഞ്ഞു, മുസ്ലിങ്ങൾ അധപ്പതിക്കാനുള്ള കാരണം ഇതാണ്. അവർ വലിയ വലിയ സമ്മേളനങ്ങളും സംഘടനകളും നടത്തുന്നു, മീറ്റിങ്ങുകൾ നടത്തുന്നു. വലിയ പ്രഭാഷകർ തങ്ങളുടെ പ്രഭാഷണങ്ങൾ വായിക്കുന്നു. കവികൾ തങ്ങളുടെ ജനതയെക്കുറിച്ച് കവിതകൾ പറയുന്നു. ഈ കാര്യങ്ങളിൽ അവർ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നു. എന്നാൽ പിന്നീട് ഒരു ഫലവുമില്ലാതായിത്തീരുന്നു.
ജനത പിന്നീട് ആ മുദ്രാവാക്യങ്ങൾ കാരണം മാത്രം അധപ്പതനത്തിനിരയാകുന്നു. അതുകൊണ്ട് ഈ അധ്യാപനവും ആത്മാർത്ഥതയുടെ ഈ മാനദണ്ഡവും ഓരോ വ്യക്തിയും ഓരോ അഹമ്മദിയും തങ്ങളുടെ മുന്നിൽ വെക്കണം. നമ്മൾ മുദ്രാവാക്യങ്ങൾ വിളിക്കാനോ ഇഷ്ടപ്പെടാനോ വേണ്ടി മാത്രം കാര്യങ്ങൾ കേൾക്കരുത്. മറിച്ച് അള്ളാഹുവിനും റസൂലിനും വേണ്ടി അവ പ്രാവർത്തികമാക്കാൻ വേണ്ടി കാര്യങ്ങൾ കേൾക്കുക. ഈ ലക്ഷ്യത്തോടെയാണ് ഓരോ അഹമ്മദിയും ഇവിടെ വരേണ്ടത്. നിങ്ങൾ വന്നിട്ടുമുണ്ട്. ഈ ലക്ഷ്യത്തോടെ ആയിരിക്കും നിങ്ങൾ വന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവിടുന്ന് പറഞ്ഞതുപോലെ ഏത് കാര്യവും അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. ഏത് സംസാരവും അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. ഓരോരുത്തരും ഈ തത്വം തങ്ങളുടെ മുന്നിൽ വെക്കുക. ഈ വിഷയത്തിലും ശ്രദ്ധിക്കുക. നമ്മൾ നമ്മുടെ ദിവസങ്ങൾ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ചെലവഴിക്കുക. ജലസ കേൾക്കുമ്പോഴും നിങ്ങളുടെ നാവുകൾ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ദൈവനാമം ഉരുവിട്ടുകൊണ്ടിരിക്കുക. പിന്നീട് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ആളുകളുമായി സംസാരിക്കുമ്പോൾ പോലും മതപരമായ കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. ദൈവസ്മരണയിൽ അധിഷ്ഠിതമായ കാര്യങ്ങൾ സംസാരിക്കുക. ഖുർആൻ, ഹദീസ്, വാഗ്ദത്ത മസീഹ് അലൈഹി ഇസ്ലാമിൻ്റെ ലക്ഷ്യം ഇവ പൂർത്തിയാകുന്ന കാര്യങ്ങൾ സംസാരിക്കുക. ദൈവസ്മരണയിലേക്കും മതത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിലേക്കും ശ്രദ്ധിക്കുക. അള്ളാഹുവിനെ സ്മരിക്കുന്നത് മനുഷ്യൻ്റെ ചിന്തകളെയും ശുദ്ധീകരിക്കുന്നു. അവനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് അവകാശിയാക്കുന്നു. ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് വളരെ മനോഹരമായി പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിനെ സ്മരിക്കുക, പ്രത്യേകിച്ചും സദസ്സുകൾ ചേരുമ്പോൾ അള്ളാഹുവിനെ സ്മരിക്കുക എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു. അള്ളാഹു താല അതിൻ്റെ പ്രയോജനം എന്താണ് പറഞ്ഞത്? അള്ളാഹു താല അതിൻ്റെ പ്രയോജനം ഇതാണ് പറഞ്ഞത്, ഉസ്കുറുല്ലാഹ യുസ്കുറുക്കും. നിങ്ങൾ അള്ളാഹുവിനെ സ്മരിച്ചാൽ അവൻ നിങ്ങളെ സ്മരിക്കും. അപ്പോൾ ഏത് ദാസനെയാണോ അള്ളാഹു സ്മരിക്കുന്നത് അവനേക്കാൾ ഭാഗ്യവാൻ ആരാണ്? അവൻ്റെ യജമാനൻ അവനെ ഓർക്കുകയും വിളിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിനെ സ്മരിക്കുന്നത് ഒരു വലിയ അനുഗ്രഹമാണ്. അവിടുന്ന് ഉപദേശിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾക്ക് ഏതെങ്കിലും സമ്മാനം ലഭിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ മുഴുകുക. അള്ളാഹു താല അതിൽ സന്തോഷിക്കുകയും പിന്നീട് നിങ്ങളെ ഓർക്കുകയും ചെയ്യും. അള്ളാഹു താല ഓർക്കുമ്പോൾ അവൻ സമ്മാനങ്ങളില്ലാതെ ഉപേക്ഷിക്കുകയില്ല. അവൻ സമ്മാനങ്ങൾ നൽകുകയും ചെയ്യും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആകർഷിക്കാൻ ഈ പ്രത്യേക ദിവസങ്ങളിൽ ഈ കാര്യങ്ങൾ പ്രത്യേകം ഓർക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുക. പങ്കെടുക്കുന്നവരും എല്ലാ ജോലിക്കാരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ നമ്മുടെ നാവുകൾ ദൈവസ്മരണകളാൽ ഊഷ്മളമാക്കുക. ഇത് സംഭവിക്കുമ്പോൾ തീർച്ചയായും ഈ ജലസയുടെ ലക്ഷ്യം പൂർത്തിയാകുന്ന അന്തരീക്ഷം സംജാതമാകുന്നതായിരിക്കും. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക, പൂർണ്ണ ശ്രദ്ധയോടും ചിന്തയോടും കൂടി കേൾക്കുക. കാരണം ഇത് വിശ്വാസത്തിൻ്റെ കാര്യമാണ്. ഇതിൽ അലസതയും അശ്രദ്ധയും ശ്രദ്ധയില്ലായ്മയും വളരെ മോശം ഫലങ്ങൾ ഉളവാക്കുന്നു. വിശ്വാസത്തിൽ അശ്രദ്ധ കാണിക്കുന്നവരെ അഭിസംബോധന ചെയ്ത് എന്തെങ്കിലും പറയുമ്പോൾ അവർ ശ്രദ്ധയോടെ അത് കേൾക്കുന്നില്ല. അവർക്ക് പ്രഭാഷകൻ പറയുന്നതിൽ നിന്ന് അത് എത്ര തന്നെ ഉന്നതവും ഉപകാരപ്രദവും ഫലപ്രദവുമാണെങ്കിലും ഒരു പ്രയോജനവും ലഭിക്കുന്നില്ല. അങ്ങനെയുള്ള ആളുകളെക്കുറിച്ചാണ് അവർക്ക് ചെവികളുണ്ട് എന്നാൽ കേൾക്കുന്നില്ല, ഹൃദയങ്ങളുണ്ട് എന്നാൽ മനസ്സിലാക്കുന്നില്ല എന്ന് പറയപ്പെട്ടിരിക്കുന്നത്. ഓർക്കുക, പറയുന്നത് ശ്രദ്ധയോടെ ഗൗരവപൂർവം കേൾക്കുക. കാരണം ശ്രദ്ധയോടെ കേൾക്കാത്തവർക്ക് എത്ര കാലം ഒരു വ്യക്തിയുടെ സഹവാസത്തിലായിരുന്നാലും ഒരു പ്രയോജനവും ലഭിക്കുന്നില്ല. ഈ 3 ദിവസങ്ങളിൽ പ്രയോജനം ലഭിക്കണമെങ്കിൽ
നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും പിന്നീട് അവ പ്രാവർത്തികമാക്കാൻ പ്രതിജ്ഞയെടുക്കുകയും വേണം. അതിനായി നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാൻ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് നമ്മുടെ നാവുകൾ ഊഷ്മളമാക്കുകയും ചെയ്യുക. ജൽസയിലിരിക്കുമ്പോഴും അള്ളാഹുവിനെ സ്മരിക്കുക, പ്രാർത്ഥിക്കുക, സ്വലാത്ത് ചൊല്ലുക. പിന്നീട് പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേക സ്വാധീനമുണ്ടാകും. അതിനാൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ വിഷയത്തിൽ വലിയ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ജലസയുടെ നടപടിക്രമങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങളിവിടെ ജൽസയിൽ വന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. നമ്മുടെ ലക്ഷ്യം നമ്മെ സ്വയം നന്നാക്കുക, നമ്മുടെ മതപരമായ അറിവ് വർദ്ധിപ്പിക്കുക, നമ്മുടെ ആത്മീയാവസ്ഥ മെച്ചപ്പെടുത്തുക എന്നതാണ് എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം. അതിനായി നമ്മൾ പൂർണ്ണമായി ശ്രമിക്കണം. ധാർമ്മികമായി നമ്മുടെ അവസ്ഥ മെച്ചപ്പെടുത്തുക, നമ്മുടെ സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കും വേണ്ടി ത്യാഗമനോഭാവം വളർത്തുക, ഹൃദയത്തിലെ വിദ്വേഷങ്ങൾ ഇല്ലാതാക്കുക. ഇതും ഒരു വലിയ ലക്ഷ്യമാണ്. ആയിരക്കണക്കിന് ആളുകൾ ഒത്തുകൂടിയിരിക്കുന്ന ഈ അന്തരീക്ഷം, ഇതിൽ പരസ്പരം സാഹോദര്യത്തോടും സ്നേഹത്തോടും കൂടി പെരുമാറിയാൽ സ്നേഹവും വാത്സല്യവും സാഹോദര്യവും ഉണ്ടാകുന്ന ഒരു സാഹചര്യവും അന്തരീക്ഷവും ഉണ്ടാകും. ഇത് ഇസ്ലാമിക അധ്യാപനങ്ങളുടെ പ്രത്യേകതയാണ്. ഇതനുസരിച്ചുകൊണ്ട് മാത്രമേ ഒരു വ്യക്തിക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ വിജയിക്കാനും അവൻ്റെ അനുഗ്രഹങ്ങൾ നേടാനും കഴിയൂ. അവിടുന്ന് തൻ്റെ നിരവധി പ്രസംഗങ്ങളിൽ ഈ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട്. ജലസയിൽ വരുന്നതിൻ്റെ ഒരു ലക്ഷ്യം ഉയർന്ന ധാർമ്മികത നേടുക എന്നതാണ്. ഇതും പറഞ്ഞു, ഈ ഉയർന്ന ധാർമ്മികത എല്ലാ ഭാഗത്തുനിന്നും പ്രകടിപ്പിക്കണം. ചിലപ്പോൾ ചെറിയ കാര്യങ്ങളിൽ പോലും വിദ്വേഷങ്ങളും വഴക്കുകളും ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ പ്രവർത്തകർക്കിടയിൽ പോലും വഴക്കുകൾ ഉണ്ടാകാറുണ്ട്. ഇതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. എപ്പോഴും നല്ല സ്വഭാവം പ്രകടിപ്പിക്കുക. അതുകൊണ്ട് പ്രവർത്തകരും അതിഥികളും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുക. നമ്മുടെ സ്വഭാവം എപ്പോഴും ഉന്നതമായിരിക്കണം. എല്ലാ തിന്മകളിൽ നിന്നും രക്ഷപ്പെടാൻ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അതുപോലെ ജലസയെക്കുറിച്ച് മറ്റു ചില കാര്യങ്ങളും പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി, ജൽസാ ദിവസങ്ങളിൽ നിങ്ങൾ എവിടെ താമസിച്ചാലും പള്ളികളിൽ പോയി, പ്രത്യേകിച്ചും ലണ്ടനിലെ ബൈത്തുൽ ഫുതൂഹിലോ മസ്ജിദ് ഫദലിലോ ഇസ്ലാമാബാദിലോ എവിടെയായാലും നിങ്ങളുടെ അയൽക്കാരെയും ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഉയർന്ന ധാർമ്മികത പ്രകടിപ്പിക്കുക. റോഡ് നിയമങ്ങൾ പാലിക്കുക. തിരക്ക് കാരണം ചിലപ്പോൾ ട്രാഫിക് വർദ്ധിക്കും. അതുകൊണ്ട് ആളുകളുടെ വീടുകൾക്ക് മുന്നിൽ ഒരു തരത്തിലുള്ള മാലിന്യവും വലിച്ചെറിയരുത്. കുട്ടികളുള്ള സ്ത്രീകൾക്കായി പ്രത്യേക മാർക്കുകൾ ഒരുക്കിയിട്ടുണ്ട്. സ്ത്രീകൾ വാശി പിടിക്കാതെ ഈ കുട്ടികളുള്ള മാർക്കുകളിൽ തന്നെ തുടരുക. അവിടെ ശബ്ദമുണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കണം. കാരണം ചിലപ്പോൾ കുട്ടികൾ കുറഞ്ഞ ശബ്ദമുണ്ടാക്കുമ്പോൾ സ്ത്രീകൾ വിചാരിക്കുന്നത് അവർ ഈ മാർക്കിൽ വന്നതുകൊണ്ട് അവർക്ക് സംസാരിക്കുന്നത് അനുവദനീയമാണ് എന്ന്. അവർ സംസാരത്തിൽ നിന്ന് വിട്ടുനിൽക്കുക. പ്രസംഗങ്ങളിൽ ശ്രദ്ധിക്കുക. നടക്കുന്ന പരിപാടികൾ ശ്രദ്ധയോടെ കേൾക്കുക. അവർ സ്വയം മാതൃക കാണിക്കുമ്പോൾ കുട്ടികളും ശാന്തമായി കേൾക്കും. ചില അമ്മമാർ മാഷാ അല്ലാഹ് കുട്ടികളെ അങ്ങനെ പരിശീലിപ്പിക്കുന്നു. അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ മാറ്റാൻ അവരുടെ കൈകളിൽ എന്തെങ്കിലും നൽകുന്നു. അതുവഴി കുട്ടികൾ അതിൽ മുഴുകി സമയം ചെലവഴിക്കുകയും അമ്മമാർക്ക് ശാന്തമായി പരിപാടികൾ കേൾക്കാൻ കഴിയുകയും ചെയ്യുന്നു. എന്നാൽ ചിലർ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിനെക്കുറിച്ച് സംഘാടകർ പരാതിപ്പെടാറുണ്ട്. അതുകൊണ്ട് ഈ പരാതി ഒരിക്കലും ഉണ്ടാകരുത്. അവരെ തടയുമ്പോൾ ദേഷ്യം പ്രകടിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ തെറ്റ് രണ്ട് ഭാഗത്തു നിന്നും സംഭവിക്കുന്നുണ്ട്. ഏതെങ്കിലും പ്രവർത്തകൻ കഠിനമായി സംസാരിച്ചാൽ അതിഥി കഠിനമായി മറുപടി നൽകി
കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുന്നു. അതുകൊണ്ട് ഒരു ഭാഗത്തു നിന്നും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കണം. മറിച്ച് സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും ഒരു അന്തരീക്ഷം നിലനിർത്തുക. അതുപോലെ പാർക്കിംഗ്, ഗേറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ ക്രമീകരണങ്ങളിലും അതിഥികൾ പ്രവർത്തകരുമായി സഹകരിക്കുക. അങ്ങനെ എല്ലാ ക്രമീകരണങ്ങളും സുഗമമായും നടക്കും. അതുപോലെ അതിഥികൾ തങ്ങളുടെ ചുറ്റുപാടുകളിലും ശ്രദ്ധിക്കുക. എന്തെങ്കിലും സംശയകരമായ വസ്തു കണ്ടാൽ ഉടൻ അറിയിക്കുക. പരസ്പരം ശ്രദ്ധിക്കുന്നതിലൂടെ ഏതെങ്കിലും ദുഷ്ടൻ ദുഷ്പ്രവൃത്തി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പോലും അവൻ പിന്മാറുന്നു, അല്ലെങ്കിൽ ജാഗ്രത പാലിക്കുന്നു. അവന് ദുഷ്പ്രവൃത്തി ചെയ്യാൻ ധൈര്യം ലഭിക്കുകയില്ല. അതുകൊണ്ട് വരുന്ന ഓരോരുത്തരും ഈ കാര്യം ശ്രദ്ധിക്കുക. താനും ചുറ്റുപാടുകൾ സുരക്ഷിതമാക്കാനും സംരക്ഷിക്കാനും ശ്രദ്ധിക്കണം. അതുപോലെ അച്ചടക്കം സ്ഥാപിക്കുന്ന സംഘാടകരുമായി ആളുകൾ പൂർണ്ണമായി സഹകരിക്കുക. നിങ്ങളുടെ കാർഡുകൾ എപ്പോഴും നിങ്ങളുടെ കൈവശം വെക്കുക. പരിശോധനയ്ക്ക് നൽകുക. താമസ സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ തങ്ങളുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ അവിടെ ഉപേക്ഷിക്കാതെ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇവിടെ സംരക്ഷണ ക്രമീകരണങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ, ഉദാഹരണത്തിന് പണം മുതലായവ, നിങ്ങളുടെ കൂടെ കൊണ്ടുവരിക. അങ്ങനെ ഒരു നഷ്ടത്തിനും സാധ്യതയുണ്ടാവുകയില്ല. അല്ലാഹു തആല നിങ്ങളെല്ലാവർക്കും ഈ ജലസയിൽ നിന്ന് പൂർണ്ണ പ്രയോജനം നേടാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതിൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് പ്രയോജനം നേടുന്നവരായി തീരട്ടെ. ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ ആത്മീയ ഭാണ്ഡം നിറച്ച് തിരികെ പോകുന്നവരാകട്ടെ. അത് അല്ലാഹു തആലയുടെ അനുഗ്രഹങ്ങൾ സ്വരുക്കൂട്ടി തിരിച്ചു പോകുന്നവരാകട്ടെ. അല്ലാഹു എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ തലമുറകളിലും അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. എപ്പോഴും അഹമ്മദത്തിൻ്റെ ഒരു ഉപയോഗപ്രദമായ അസ്തിത്വമായി ലോകത്ത് നിങ്ങൾ ജീവിക്കുന്നവരാകട്ടെ. നിങ്ങളുടെ തലമുറകളും അങ്ങനെ ഒരു പരിശുദ്ധവും ഉപയോഗപ്രദവുമായ അസ്തിത്വമായി ലോകത്ത് ജീവിക്കുന്നവരാകട്ടെ. അല്ലാഹു ഖിയാമത്ത് വരെ ഈ പരമ്പര തുടരുമാറാകട്ടെ. അവസാനമായി ഇതും പറയാം, കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ ഈ വർഷവും വിവിധ വകുപ്പുകളുടെ എക്സിബിഷനുകളുണ്ട്. അവ നല്ല വിജ്ഞാനപ്രദവും അറിവ് വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗവുമാണ്, രസകരവുമാണ്. അവയും കാണാൻ ശ്രമിക്കുക. എല്ലാ പ്രദർശനങ്ങളും ഒരു സ്ഥലത്ത് ഒരുമിച്ചിട്ടുണ്ട്. അതുപോലെ പുസ്തകശാലയിൽ പുതിയ പുസ്തകങ്ങളും വന്നിട്ടുണ്ട്. അവിടെയും തീർച്ചയായും പോവുക. ഇടവേളയിൽ വെറുതെ കടകളിൽ കറങ്ങി നടക്കുകയോ അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങുകയോ ചെയ്യരുത്. മറിച്ച് ഈ ആത്മീയ നേട്ടങ്ങളിൽ നിന്നും പ്രയോജനം നേടാൻ ശ്രമിക്കുക. അല്ലാഹു എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.